ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം വയനാട് ജില്ലയിൽ മാനന്തവാടി ഗവൺമെൻറ് കോളേജിൽ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISROയുടെ റെസ്പോ മേജർ റിസർച്ച് പ്രോജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്കുള്ള നേരിട്ടുള്ള അഭിമുഖം ജൂൺ 30 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കും. മൈക്രോവേവ് ഇലക്ട്രോണിക്സ് സ്പെഷ്യലൈസേഷനോടെയുള്ള MSc MTech ഇലക്ട്രോണിക്സ് ബിരുദവും UGC നെറ്റ് ഗേറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വിശദമായ വിജ്ഞാപനത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റ് യോഗ്യതാ പരീക്ഷകളോ പാസ്സായിരിക്കണം. മൈക്രോസ്ട്രിപ്പ് ആന്റിന അറേകൾ, ആന്റിന മെഷർമെന്റുകൾ, ഹീറ്റ് സിങ്ക് ഡിസൈൻ, തെർമൽ സിമുലേഷൻ എന്നിവയിൽ മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം സർക്കാർ നിയമ കലാലയത്തിൽ സ്വീപ്പർ തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായ നിയമനത്തിന് ജൂലൈ 27 രാവിലെ 10:30 കലാലയ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള തിരുവനന്തപുരം നഗരപരിധിയിൽ താമസിക്കുന്ന വനിതകൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ജോലി സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 3:30 വരെയാണ്. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അടുത്തത് എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 27 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വിമനിൽ വെച്ച് തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. SSLC, +2, ITI, ഇലക്ട്രീഷ്യൻ, സോളാർ ടെക്നീഷ്യൻ, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നിവയാണ് യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുടെ കോപ്പിയും സഹിതം കോളേജിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ വയലാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ലാബിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ലബോറട്ടറി ടെക്നീഷ്യനെ നിയമിക്കുന്നുണ്ട്. DMLT അല്ലെങ്കിൽ BSc MLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. അഭിമുഖം ജൂൺ 27 രാവിലെ 11 മണിക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-26 അധ്യയന വർഷത്തിൽ അധ്യാപക തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 30 രാവിലെ 10 മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ മൈലപ്ര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് ഹോം കെയറിലേക്ക് ആംബുലൻസ് ഡ്രൈവറെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. യോഗ്യത SSLCയും ഹെവി ലൈസൻസും ഉണ്ടായിരിക്കണം. നിയമനം പരമാവധി 179 ദിവസത്തേക്കാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്കും മൈലപ്ര പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കും മുൻഗണന ലഭിക്കും. അവസാന തീയതി ജൂൺ 25 വരെയാണ്. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി പെരുന്നാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ റേഡിയോഗ്രാഫർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും പാരാമെഡിക്കൽ കൗൺസിൽ സർട്ടിഫിക്കറ്റും സഹിതം ജൂൺ 26 വൈകിട്ട് 3 മണിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഹോസ്പിറ്റൽ അറ്റൻഡർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ആശുപത്രി ജോലിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 45 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയോടൊപ്പം തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം റാന്നി താലൂക്ക് ആശുപത്രിയിൽ അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ജൂൺ 29 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ വിവിധ പദ്ധതികളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും തിരിച്ചറിയൽ രേഖ സഹിതം ജൂൺ 29 രാവിലെ 11 മണിക്ക് തേവള്ളി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടത്തുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ ഡ്രൈവർ കം അറ്റൻഡർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. SSLCയും LMV ബഡ്ജോട് കൂടിയ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ നിങ്ങളുടെ അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ജൂൺ 30 ജില്ലാ നിർമ്മിതി കേന്ദ്രം ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.